അജ്നിപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് 2 കൂട്ടുകാർ വിശാൽ പിന്നെ ആയുഷ്മാൻ ജീവിച്ചിരുന്നു. ആയുഷ്മാന് ആഹാരം എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. പക്ഷെ അവന്റെ അച്ഛനും അമ്മയും പാവപ്പെട്ടവരാണ്. വിശാൽ ആ ഗ്രാമത്തിലെ പണക്കാരന്റെ മകനാണ്. ഒരു ദിവസം ആയുഷ്മാൻ വിശാലിനെ കാണാനായി വന്നു. വിശാൽ, എന്താ നീ ഇപ്പോഴേക്ക് നീ പുറത്ത് വരാറേ ഇല്ലല്ലോ? എടാ, എനിക്ക് കുറെ ജോലിയുണ്ട്. സ്കൂളും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛൻ അവരുടെ ജോലിക്ക് എന്നെ കൊണ്ടുപോവാണ്. കാരണം എന്റെ അച്ഛൻ നിന്റെ അച്ഛനെ പോലെയല്ലല്ലോ, കുട്ടികളെ സ്കൂളിൽ തന്നെ അയക്കാതിരിക്കാൻ വേണ്ടി. അതെ, നീ പറയുന്നത് നേരാണ്. പക്ഷെ എന്റെ അച്ഛൻ എപ്പോഴും എനിക്ക് പാചകം ചെയ്ത് തന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്റെ അച്ഛൻ എനിക്ക് പുതിയ വസ്ത്രങ്ങളും വാങ്ങിത്തരുന്നു. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ പുറത്തേക്കും കൊണ്ടുപോകും. പിന്നെ ചില സമയത്ത് എന്നെ ഇരുത്തി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തരാറുമുണ്ട്. ശരി, വിടടാ, പോട്ടെ. നീ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? കാരണം ഞാൻ നിന്റെ അച്ഛൻ ഉണ്ടാക്കുന്നതിനെക്കാട്ട് ഭക്ഷണം ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുവാടാ. അതൊക്കെ പറ്റില്ല തന്നെ. പക്ഷെ എനിക്ക് വടാപ്പാവ് വാങ്ങിച്ചു തരാൻ കൊണ്ടുപോ. ഞാൻ വരികയതിനു ശേഷം ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഒരു ദാബയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. പിന്നെ കേക്ക്, ഞാൻ നിന്നെ അതിൽ ജോലിക്കും വെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ജോലി പഠിക്കാനൊക്കെ പഠിച്ചോളൂ. വിശാൽ ആയുഷ്മാനെ വിളിച്ചുകൊണ്ട് വടാപ്പാവ് കഴിക്കാനായി ചെന്നു. 20 വർഷങ്ങൾക്ക് ശേഷം വിശാൽ ഗ്രാമത്തിൽ ഒരു വലിയ ദാബ ഓപ്പൺ ചെയ്തു. പിന്നെ ആയുഷ്മാൻ തന്റെ അച്ഛനോടൊപ്പം അദ്ദേഹത്തിന്റെ പാടത്ത് ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം വിശാൽ ആയുഷ്മാനെ തന്റെ ദാബയിലേക്ക് വരാനായി വിളിച്ചു. വിശാൽ തന്റെ ദാബയിൽ ആരോ ഒരു വലിയ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ആയുഷ്മാൻ വന്നത്. വിശാൽ, കടക്ക് പുറത്ത്. പക്ഷേ കടക്ക് പുറത്ത്. പിന്നെ വാ നീ. ആയുഷ്മാൻ ദാബയിൽ നിന്നും പുറത്തേക്ക് വന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ മനുഷ്യൻ ദാബയിൽ നിന്നും പുറത്തേക്ക് പോയി. അതിനുശേഷം വിശാൽ ആയുഷ്മാനെ അകത്തേക്ക് വിളിച്ചു. വാ വാ ആയുഷ്മാൻ, ഇത് നോക്ക്. ഞാൻ വലിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നീ എന്തിനാ അടുത്ത് വരുന്നത്? കാരണം നീ എൻ്റെ ഫ്രണ്ടെന്ന് വിചാരിച്ചടാ. പക്ഷേ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിന് നീ മര്യാദ തരുന്നില്ലല്ലോ. പിന്നെ നീ എന്നെ അവമാനിപ്പിച്ചോ? ശരി, ഇവിടെ നോക്ക് ആയുഷ്മാൻ. ചെറിയ വയസ്സിൽ എനിക്ക് നിന്നെ പാവപ്പെട്ടിട്ട് ഞാൻ നിനക്ക് കുറേ വാങ്ങി തന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ നിനക്ക് കരുണ കാണിച്ചു തരാം. നിന്റെ അച്ഛൻ്റെ ഈ കൃഷി അങ്ങ് വിട്ടേക്ക്. പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി നീ ഇങ്ങോട്ട് വന്നേക്ക്. ഇല്ല, ഞാൻ ഉള്ള സ്ഥലത്ത് തന്നെ സന്തോഷമായിട്ടുണ്ട്. എനിക്ക് അത് മതിയടാ. സന്തോഷോ? നീ നിന്നെ തന്നെ നോക്കുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ് ആയുഷ്മാൻ. ഞാൻ നിന്നെ പാവം നോക്കുകയാണ്. വന്നേക്ക്. എന്ത് പാവം കരുണ എന്നൊക്കെ നീ പറയുന്നത്? നീ ഫ്രണ്ട് എന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. നിന്റെ കരുണയാണോ ഇത്രയും കാലം എൻ്റെ ഫ്രണ്ട്ഷിപ്പ്? നീ എൻ്റെ ഫ്രണ്ടൊന്നല്ല, പിച്ചക്കാരനെ. നിന്നെ പോലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പോലും ഞാൻ വെക്കാനേ പാടില്ല. കടക പുറത്ത്. വേഗം തന്നെ ഇവിടെ പുറത്തു പോ. ആയുഷ്മാൻ ദാബയിൽ നിന്നും പുറത്തു വന്നു. എന്നിട്ട് തന്റെ അച്ഛനെ കാണാനായി അവരുടെ പാടത്തേക്ക് ചെന്നു. അവൻ അവരുടെ പാടത്തേക്ക് ചെന്നതും തന്നെ തന്റെ അച്ഛന്റെ തലയുടെ മുകളിൽ മേഘങ്ങൾ ചുറ്റിയിരിക്കുന്നത് കണ്ടു. അച്ഛാ, ഈ മേഘങ്ങൾ ഇതെങ്ങനെയാ വന്നത്? എന്നോട് ക്ഷമിക്കുമോനെ. നിനക്ക് എന്തൊക്കെ കിട്ടണമോ അത് എന്നെ കൊണ്ടൊന്നും കിട്ടിയില്ല. ഈ മേഘം വന്നിട്ട് നമ്മുടെ പിൽക്കാല ആൾക്കാരുടെ സ്വത്താണ്. ഇത് തലമുറയായിട്ട് നമ്മളടുത്താണ് ഉള്ളത്. ഇപ്പൊ നിനക്ക് ഈ ശക്തി കയ്യിൽ കൊടുക്കാനുള്ള സമയം വന്നിട്ടുണ്ട്. പക്ഷേ അതിനു വേണ്ടി ഞാൻ ഇവിടുന്ന് പോയേക്കണം. അച്ഛാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ നോക്ക്, നമ്മുടെ കുടുംബം ശക്തിയുള്ള കുടുംബമാണ്. നമ്മളടുത്ത് മേഘങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശക്തിയും ഉണ്ട്. പക്ഷേ ഈ അത്ഭുതമായുള്ള ശക്തി അച്ഛൻ മകന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം അവര് മറഞ്ഞു പോയിരിക്കും. ഇല്ല അച്ഛാ, നിങ്ങൾ എവിടെയും പോകുന്ന എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇപ്പൊ തന്നെ സന്തോഷമായിട്ടുള്ളത്. എനിക്ക് ശക്തി ഒന്നും വേണ്ട. നീ ധൈര്യമായിട്ട് നിൽക്കുമോനെ. പിന്നെ ഓർമ്മിച്ച് വെച്ചോളൂ, ഒരു പക്ഷെ നിന്നെ ആരെങ്കിലും അവമാനിപ്പിച്ചാൽ അവര് മേലെ നിനക്ക് ദേഷ്യം വന്നിട്ട് അവരെ നീ പഴി വാങ്ങണമെന്ന് വിചാരം ഉണ്ടാവാൻ പാടില്ല. കാരണം അവര് നമ്മളെ അവമാനിപ്പിക്കുമ്പോൾ നമുക്ക് മാനം എപ്പോഴും കുറയില്ല. അവർക്ക് ഈ കാലം തന്നെ സത്യം പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് ആയുഷ്മാന്റെ അച്ഛൻ അവിടെ നിന്നും മാഞ്ഞുപോയി. പെട്ടെന്ന് ആയുഷ്മാന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണ ചെയിൻ വന്നു. അതിൽ സൂര്യനുണ്ടായിരുന്നു. അച്ഛാ, ഇല്ല അച്ഛാ. ആയുഷ്മാന്റെ അരികിലായി മേഘങ്ങളൊക്കെ കൂടി വന്നു. അവൻ ഒരു മേഘത്തിന് പുറത്തു നിന്നു. അത് അവന്റെ കാലിന് താഴെയായിരുന്നു. എന്നിട്ട് ആ മേഘം അവനെ ആകാശത്തേക്ക് കൊണ്ടുപോയി. ഒരുപാട് ദൂരം വരെ അവന് വെറും മേഘങ്ങൾ മാത്രം കണ്ടു. എന്റെ അച്ഛൻ എനിക്ക് തന്നിരിക്കുന്ന ശക്തി ഞാൻ മുഴുവനും ഉപയോഗിക്കാൻ പോവുകയാണ്. പിന്നെ മേഘത്തിന് പുറത്ത് ഞാനൊരു ദാബയും ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അടുത്ത ദിവസം മേഘങ്ങളെ ഉപയോഗിച്ച് ആയുഷ്മാൻ ഒരു പുതിയ ദാബ ഓപ്പൺ ചെയ്തു.
പിന്നെ തറയിൽ മേഘങ്ങളെ ശേഖരിച്ചു. ആയുഷ്മാൻ തറയിൽ മേഘങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അവിടേക്ക് ഒരാൾ വന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മേഘങ്ങളാണ്. നിങ്ങൾ ഇതിന്റെ മേലെ കയറിയിരുന്നാൽ ഞാൻ മേഘങ്ങളുള്ള ദാബയിലേക്ക് കൊണ്ടുപോകും. മേഘത്തിലെ ദാബയോ? അങ്ങനെ വെച്ചാൽ മേഘത്തിലെ ദാബയുണ്ടാവുമോ? അതെ, സത്യമാണ്. നിങ്ങൾ എന്റെ മേലെ വിശ്വാസം വെക്കുകയോ? പിന്നെ ഈ മേഘങ്ങൾ കയറിയിരുന്നോളൂ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ദാബ എന്തെന്ന് കാണിച്ചു തരാം. അവിടെ ഒരു മഹാരാജാവ് ഉണ്ടാവും. അദ്ദേഹം നിങ്ങൾക്ക് സ്വാദായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നേക്കും. ആ മനുഷ്യൻ മേഘത്തിന് മുകളിൽ നിന്നു. പിന്നെ മേഘം അവരെ മുകളിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം മേഘങ്ങളുടെ ഉള്ളിലെ ദാബ കണ്ടിട്ട് എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ, ഇവിടെ ശരിക്കും ഒരു ദാബയുണ്ടല്ലോ. അതും മേഘങ്ങൾ കൊണ്ടുണ്ടാക്കിയ ദാബയാണല്ലോ. അവിടെ ആയുഷ്മാൻ ശാന്തനു എന്ന പേരിൽ ഒരു മഹാരാജാവിനെ വെച്ചിരുന്നു. അദ്ദേഹം പാചകക്കാരനാണ്. ശാന്തനു വിശാലിന്റെ നല്ല കൂട്ടുകാരനാണ്. പക്ഷെ ഇക്കാര്യം അദ്ദേഹം മറച്ചുവെച്ചു. നിങ്ങൾക്ക് എവിടെയാ പോണ്ടത്? ഞാൻ അടുത്തുള്ള ഗ്രാമം ജമാൻപൂരിയിലേക്കാണ് പോണ്ടത്. ശരി, നിങ്ങൾ ഈ മേഘങ്ങൾ തന്നെ നിങ്ങൾ പോകാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണോ? എന്നാ ഞാൻ ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പിന്നെ പോവാലോ. പിന്നെ ഞാൻ വളരെ നിമ്മതിയായിട്ട് എന്റെ ജോലിക്കും വീട്ടിലേക്കും പോയിട്ട് വരാം. ആ മനുഷ്യൻ മേഘത്തിൽ കയറിയിരുന്നു. എന്നിട്ട് മേഘം അദ്ദേഹത്തെ ജമാൽപൂരിലേക്ക് കൊണ്ടുപോയി ചേർത്തു. പതുക്കെ പതുക്കെ ഗ്രാമത്തിലെ ജനങ്ങൾ മേഘങ്ങളെ തറയിൽ കാണാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ആളുകൾ ആയുഷ്മാന്റെ ദാബയിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ അവർ എവിടേക്ക് പോകണോ അവിടേക്ക് മേഘങ്ങൾ അവരെ കൊണ്ടുചെന്ന് എത്തിക്കും. ഒരു ദിവസം മേഘത്തിലേക്ക് വിശാൽ വന്നു. എന്നിട്ട് ആയുഷ്മാനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, നീ ശരിക്കും അത്ഭുതമായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് ആയുഷ്മാൻ. മേഘത്തിന്റെ മുകളിൽ ഒരു ദാബ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ച പോലും ഇല്ല. നീ ശരിക്കും അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഞാനല്ല വിശാൽ, എന്റെ അച്ഛനാണ്. ഈ ശക്തി എനിക്ക് എന്റെ അച്ഛനാണ് തന്നിരിക്കുന്നത്. വാ, എന്തെങ്കിലും കഴിച്ചോളൂ. നിനക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇത് നിന്റെ ദാബയായിട്ട് നീ വിചാരിച്ചോളൂ. ആയുഷ്മാൻ ആഹാര സാധനങ്ങൾ വാങ്ങിക്കാനായി താഴേക്ക് വന്നു. വിശാൽ ആ ദാബയിൽ ശാന്തനുവിനെ കണ്ടു. ശാന്തനു, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നീ നഗരത്തിലേക്ക് പോവാന്നല്ലേ പറഞ്ഞത്? ശാന്തനു അതേ മനുഷ്യനാണ്. അദ്ദേഹത്തോടാണ് വിശാൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആയുഷ്മാൻ ദാബയിലേക്ക് വന്നപ്പോൾ വിശാൽ അവനെ തുരത്തി വിട്ടു. അത് പിന്നെ വിശാൽ ചേട്ടാ, ഞാൻ നഗരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ മേഘത്തിലിരുന്നിട്ട് ഒരു ദാബ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ തന്നെ താമസിച്ചു പോയി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ആരെങ്കിലും ഇങ്ങനത്തെ ജോലി വിട്ടേക്കുമോ? നീ ഒരു കള്ളനാണ്, പിന്നെ ദ്രോഹിയാണ്. ഞാൻ കള്ളം പറയുന്നോ? നിങ്ങൾ ഒരു നല്ല മനുഷ്യനൊന്നും അല്ല. ആരെങ്കിലും അവരുടെ സുഹൃത്ത് ഇങ്ങനെയൊക്കെ അവമാനിപ്പിക്കുമോ? ഇതൊക്കെ വിട്ടേക്ക് വിശാൽ. ഞാൻ പറയുന്നത് നീ നല്ലോണം കേട്ടോളൂ. നമ്മൾ ഈ ദാബ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിക്കണം. അവന് മേഘങ്ങളുടെ ശക്തി എങ്ങനെയാ കിട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തു പറയുന്നു? ദാബ നടത്തുന്ന നിന്റെ അനുഭവവും എന്റെ കയ്യിലുണ്ടാക്കുന്ന പാചകവും ഇത് മൊത്തം ലോകം മുഴുവനും ഫേമസ് ആകും. വിശാൽ അല്പസമയം ചിന്തിച്ചു. തീർച്ചയായും എന്നെക്കാട്ടും നന്നായിട്ട് ഒരുത്തിന് ദാബ ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് മാത്രം പറ. മേഘങ്ങൾ കട്ടുപ്പെടുത്താൻ വേണ്ടി അവന്റെ കഴുത്തിലൊരു ചെയിനുണ്ട്. ആ ചെയിനാണ് ആവശ്യം. നമ്മൾ അത് മാത്രം മോഷ്ടിച്ചാൽ മതി. അത് എങ്ങനെന്ന് ഞാൻ പറയാം. ശാന്തനു വിശാലിനോട് എല്ലാ പദ്ധതിയും പറഞ്ഞു. രാത്രിയായി. ശാന്തനുവും വിശാലുവും ആയുഷ്മാന്റെ വീട്ടിലേക്ക് ചെന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നത്? വിശാൽ ആയുഷ്മാനോട് പറഞ്ഞു, ഇവിടെ നോക്ക്, ഇന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള ശുദ്ധമായ പാലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ വീട്ടില് ഗ്ലാസ് ഉണ്ടല്ലോ, നമുക്ക് ഈ പാല് കുടിക്കാം. താ, ഞാൻ ഈ ഗ്ലാസ്സിൽ ഒത്തി കൊണ്ടുവരാം. ഇല്ലില്ല, നീ ഇരിക്ക്, ഞാൻ കൊണ്ടുവരാം. വിശാൽ അടുക്കളയിലേക്ക് ചെന്ന് 3 ഗ്ലാസ്സിൽ പാൽ എടുത്തുകൊണ്ട് വന്നു. ആദ്യത്തെ ഗ്ലാസ് അവൻ ആയുഷ്മാന്റെ കയ്യിൽ നൽകി. പിന്നെ ബാക്കിയുള്ള 2-ൽ 1 ശാന്തനുവിനും ബാക്കിയുള്ള 1 തനിക്കും വെച്ചിരുന്നു. ആയുഷ്മാൻ ആ പാല് കുടിച്ചതും തന്നെ അവൻ മയങ്ങി വീണുപോയി. അവൻ മയങ്ങിയതും ശാന്തനു എന്തു പറഞ്ഞെന്നാൽ, വാവ്, കണ്ടില്ല വിശാൽ, നമ്മുടെ ആലോചന എല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവരുടെ ചെയിൻ അങ്ങ് അയച്ചേക്കാം. ശാന്തനു അവന്റെ കഴുത്തിൽ നിന്നും ചെയിൻ എടുത്തു. എന്നിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ ചെയിൻ അധികം തന്റെ കഴുത്തിലിട്ടു. എന്നിട്ട് ആകാശത്തിലേക്ക് നോക്കി തന്റെ കൈകൾ മുകളിലേക്ക് പൊക്കി. അപ്പോഴാണ് ചില മേഘങ്ങൾ അവരുടെ നേരെ വന്നത്. കണ്ടില്ലേ വിശാൽ, ഈ ചെയിനാണ് ഈ മേഘങ്ങളൊക്കെ കട്ടുപ്പെടുത്തി വെക്കുന്നത്. വിശാൽ, നീ കുറെ നേരമായാലും ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നത് എന്തുപറ്റി? സന്തോഷമില്ലേ? ഞാൻ വളരെ സന്തോഷത്തിലുള്ളത്. പിന്നെ ഞാനും. നീ വീട്ടിൽ മയങ്ങിയിരുന്നതല്ലേ? മേഘങ്ങൾ ശാന്തനുവിന്റെ അടുത്തേക്ക് വന്ന് ഒരു ജയിലായി മാറി. എന്നിട്ട് അദ്ദേഹം ആ ജയിലിനകത്ത് കുടുങ്ങിപ്പോയി. ഈ ചെയിനിൽ നിന്നാണോ എനിക്ക് ശക്തി കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ എന്റെ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരനെ ദ്രോഹം ചെയ്യുന്ന നീ എങ്ങനെ കരുതിയത്?
നീ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മേഘങ്ങൾ മൂലമായിട്ട് ആയുഷ്മാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും ആയുഷ്മാന് അറിയാം. ഇനി എപ്പോഴും നീ ഈ മേഘത്തിന്റെ കൂട്ടിൽ തന്നെ ഇരുന്നോളൂ. ഇല്ല ഇല്ല ഇല്ല.